ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തെ എൻ്റെ പാം സാറ്റർഡേ ആൻഡ് സൺഡേ, അതായത് ഓശാന ശനി ഞായറിൻ്റെ ഹോം വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇത് പാം സാറ്റർഡേ, ഓശാന ശനിയാണ്. ഞാൻ ഓൾറെഡി കുറച്ച് ഞണ്ട് റോസ്റ്റ് പ്രിപ്പയർ ചെയ്തു. ഞാൻ ഓൾറെഡി ഇത് ഷെയർ ചെയ്തതിൻ്റെ ഇത് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. രണ്ട് ദിവസം മുന്നേ എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് അങ്കമാലിയിൽ നിന്ന് നമ്മൾ ടേസ്റ്റി നിബിൾസിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയിരുന്നു കേട്ടോ. ഇത് പ്രോൺസ് കറിയുടെ റെഡി ടു വീറ്റ് ആണ്. നമ്മൾ തുറക്കുക, ഹീറ്റ് ചെയ്യുക, നമുക്ക് ചോറിലൂടെ കഴിക്കാം എന്നുള്ളതാണ്. ഇത് പ്രോൺസിൻ്റെ നമ്മുടെ കേരള സ്റ്റൈൽ കറി കേട്ടോ. ഇത് കേരള പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാത്ത സംഭവമാണെന്നാണ് പറയുന്നത് അവർ. പിന്നെ ഇത് ഏകദേശം ഒരു 195 to 100 റുപ്പീസ് സ്പെൻഡ് ചെയ്യണം ഈ ഒരു കുഞ്ഞി ക്യാനിന്. ജാപ്പനീസ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് സീൽ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അതങ്ങനെ കേടുവരില്ല എന്നാണ് അവർ പറയുന്നത്. തുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇത്രയും ക്വാണ്ടിറ്റിയാണ് കേട്ടോ. അപ്പോൾ ഒരാൾക്കുള്ള ക്വാണ്ടിറ്റിയേ ഉള്ളൂ. പ്രോൺസൊക്കെ ഇച്ചിരിയും കൂടി കുക്കായിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. എന്തായാലും നമ്മളിത് തുറന്നിട്ടുണ്ട്. നമ്മുടെ പെപ്സി ക്യാനൊക്കെ തുറക്കുന്ന മാതിരി ആണ് ഈ സംഭവം തുറക്കണം. അപ്പോൾ ഇത് തുറന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തു എന്നാണ് വിചാരിച്ചത്. ഷൂട്ട് ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ ദേ ഇതുപോലെ നമ്മൾ ഈ പെപ്സി ക്യാൻ്റെ ലിഡ് തുറക്കുന്ന പോലെ തുറന്നിട്ട് പിന്നെ നമ്മളതിനെ ബാക്കിലോട്ട് പുഷ് ചെയ്ത് നമുക്കിത് തുറക്കാവുന്നതാണേ. ഞാൻ 1 മിനിറ്റ് നേരത്തേക്ക് ഞാൻ ഹീറ്റ് ചെയ്തു. അപ്പോൾ അത് ആ എണ്ണ മായമൊക്കെ അത് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല കുക്ക്ഡായിട്ടുള്ള കറിയാണ്. ഇനി നമുക്ക് ടേസ്റ്റിംഗ് ടൈമാണ് ആക്ച്വലി. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. ചാറൊക്കെ നല്ല ടേസ്റ്റാട്ടോ. പക്ഷേ ഈ പ്രോൺസിൽ ആ ഒരു പുളിപ്പും മസാലയും പിടിക്കാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ വൺസ് ഇൻ എ വൈൽ, അത് പ്രത്യേകിച്ച് ബാച്ചിലേഴ്സായിട്ട് നിൽക്കുന്നവർക്ക് കറിയൊന്നും ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു സമയമൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒരെണ്ണം വാങ്ങിച്ച് നോക്കാം. ഒരു നേരത്തേക്കുള്ള കറിയാണ്. അപ്പോൾ നമ്മുടെ ഓശാന ശനിയുടെ പ്രത്യേകത എന്താണ്? നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കുന്നതാണല്ലേ. അപ്പോൾ ആ കൊഴുക്കട്ടയിലൊരു പ്രത്യേകതയും കൂടി ഞാൻ ഷെയർ ചെയ്യാൻ ഈ വീഡിയോയിൽ. സാധാരണ നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കും, മധുരമുള്ള കൊഴുക്കട്ടയാണ് എല്ലാവരും ഉണ്ടാക്കാറല്ലേ. മധുരം കഴിക്കാൻ താല്പര്യമില്ലാത്തവർ അല്ലെങ്കിൽ മധുരം കഴിക്കാൻ പറ്റാത്തവരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഒരു കൊഴുക്കട്ട ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്, മധുരമല്ലാത്തൊരു കൊഴുക്കട്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ മധുരമുള്ള കൊഴുക്കട്ട എന്തായാലും ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ തേങ്ങ, പിന്നെ ഒരു തേങ്ങ ചിരണ്ടിയത്, പിന്നെ 1 കപ്പ് പൊടിച്ച ശർക്കര വാങ്ങാൻ കിട്ടും നമുക്ക്. അപ്പോൾ ആ പൊടിച്ച ശർക്കരയും പിന്നെ ഒരു 5-6 ഏലക്കായി. അപ്പോൾ അതിന് തന്നെ പാൻ ചൂടാക്കി അതിനകത്തേക്ക് ഞാൻ വെളിച്ചെണ്ണയും പിന്നെ അതുപോലെ കുറച്ച് നെയ്യും കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് തേങ്ങ അതിനകത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക ഒരു 2 മിനിറ്റ് നേരത്തേക്ക്. 1 കപ്പ് ശർക്കര പൊടിച്ചതാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. നമ്മുടെ മധുരത്തിനനുസരിച്ച് ഇച്ചിരി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതിപ്പോൾ ആവശ്യത്തിന് മധുരം ഉള്ളതാണ്. നമുക്ക് പൊടിച്ച ശർക്കര ആണെങ്കിൽ എളുപ്പമുണ്ടത്, പാനിയൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല.
അതിന് ശേഷം നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പാകത്തിന് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഇത് തിളപ്പിച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ സാധാരണ ഏലക്കായ നിങ്ങളെങ്ങനെയാണ് അതിൻ്റെ തൊണ്ടൊക്കെ പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് സംഭവം എടുത്ത് നമ്മൾ ചതച്ച് പൊടിപ്പിച്ച് അങ്ങനെയായിരിക്കും ഇവിടെ. കഴിഞ്ഞ കോഴിക്കോട്ടയുടെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ തൊണ്ടേപ്പാടി എങ്ങനെയാണ് ഈ ഏലക്കായ പൊടിപ്പിച്ചെടുക്കുക, അത് ഞാൻ പഞ്ചസാരയിൽ കൂട്ടിയിട്ടാണ് ചെയ്തത്. അപ്പോൾ പഞ്ചസാര കഴിക്കാനോ ഇടാനോ താല്പര്യമില്ലാത്തവർ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പം ഞാനൊരു 5-6 ഏലക്കായ എടുക്കുകയാണ്. അതിൻ്റെ ഉള്ളിലെ സംഭവം മാത്രം എടുത്തിട്ട് ഈ തേങ്ങ, നമുക്ക് എന്തായാലും തേങ്ങ ചിരണ്ടിയുണ്ട്, അതിനകത്തേക്ക് നമ്മൾ ഈ ഏലക്കായ ഇട്ട് കൊടുക്കുക, തൊണ്ട് കളയുക, എന്നിട്ട് നമുക്ക് പൾസ് ചെയ്ത് അടിച്ചെടുക്കാം കേട്ടോ. വെള്ളമൊന്നും ചേർക്കണ്ട. ഇപ്പോൾ പൾസ് ചെയ്ത് നന്നായി അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു മറ്റേ തേങ്ങ വെളയിച്ചയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായി വറ്റിച്ചൊക്കെ എടുത്ത് പാകത്തിനാക്കിയെടുക്കാം. അപ്പോൾ തന്നെ നമ്മുടെ തേങ്ങ നന്നായി വിളയിച്ച് കിട്ടിയിട്ടുണ്ട്, വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറാൻ വയ്ക്കാം. അപ്പോൾ ഒരു ഫില്ലിംഗ് റെഡി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഫില്ലിങ്ങിനുള്ളതാക്കാം കേട്ടോ. കോഴിക്കോട്ട മധുരം ഇല്ലാത്തത് നമുക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു തേങ്ങ ചിരണ്ടിയതിന് വേണ്ടിയിട്ടുള്ളതാണ്. 15 ചുവന്നുള്ളി എടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 1 ടീസ്പൂൺ ചെറുജീരകം. ഈ 2 സംഭവമാണ് നമുക്ക് ഫില്ലിങ്ങിന് ആവശ്യം. അപ്പോൾ ഈ ചുവന്നുള്ളിയും ജീരകവും കൂടി നമുക്ക് പൾസ് ചെയ്ത് അടിച്ചെടുക്കാം കേട്ടോ. അത് ക്രഷ് ചെയ്ത് ഭയങ്കരമായിട്ട് അരച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു ചുവന്നുള്ളി നമ്മൾ പൾസ് ചെയ്തത് നമുക്ക് ഒരു തേങ്ങ ചിരണ്ടിയതിലേക്ക് ചേർത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിരുമ്മി കൊടുക്കണം കേട്ടോ. തിരുമ്മി നമുക്കിതിങ്ങനെ എന്താ പറയുക, നമ്മൾ ക്യാബേജിന് തോരനൊക്കെ വേണ്ടി തിരുമ്മില്ല, അതുപോലെ നന്നായി തിരുമ്മി വെച്ച് കൊടുക്കണം. അങ്ങനെ നമ്മുടെ അടുത്ത കോഴിക്കോട്ടയുടെ ഫില്ലിംഗ് റെഡിയായി.
അപ്പോൾ നമ്മുടെ 2 ഫില്ലിങ്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൊഴുക്കട്ടയ്ക്ക് മാവ് റെഡിയാക്കണം. അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് ക്വിക്ക് ആൻഡ് ഈസി ഇടിയപ്പം പൊടി നമുക്ക് വാങ്ങാൻ കിട്ടും. അതാവുമ്പോൾ നമുക്ക് നോർമൽ വാട്ടർ ഉപയോഗിച്ച് നമുക്കിത് ചപ്പാത്തി മാവ് പോലെ ആക്കിയെടുക്കാം കേട്ടോ. അപ്പം 1 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളം എന്നാണ് അതിൻ്റെ ബാക്കിൽ ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ടാവും. അപ്പം ഞാൻ ഇതിനകത്ത് എന്തായാലും ഒരു ഇളം ചൂട് വെള്ളം, അതിനേക്കാളും കുറച്ചും കൂടി ചൂട് കുറവുള്ള വെള്ളമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മാവ് നല്ല സോഫ്റ്റായിരിക്കും. അതുപോലെ ഇന്നുണ്ടാക്കിയാലും അതിൻ്റെ പിറ്റേ ദിവസവും നമ്മൾ കഴിക്കുമല്ലോ, അവസാനം ഞായറിനും നമ്മൾ കഴിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ചൂടാക്കിയാലും ഈ മാവ് കട്ടിയിലൊന്നും ഇരിക്കില്ല, നല്ല സോഫ്റ്റായിട്ടുള്ളൊരു മാവ് തന്നെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിന് കറക്റ്റായിട്ട് ഞാൻ 3 ഗ്ലാസ് പൊടിക്ക് 3 ഗ്ലാസ് വെള്ളം തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇളക്കി വരുമ്പോൾ കുറച്ച് വേണമെന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു അര കപ്പ് 3/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കറക്റ്റ് മാവായിട്ട് കിട്ടും കേട്ടോ. ഉപ്പ് ചേർക്കാൻ മറക്കരുത് നമ്മൾ കുഴക്കണിക്ക് മുന്നേ. അപ്പം ചൂട് വെള്ളമൊന്നും ഉപയോഗിക്കാതെ തന്നെ നോർമൽ വാട്ടർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു ഇളം ചൂട് വെള്ളം ഉപയോഗിച്ച് നമ്മൾ മാവാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ളൊരു മാവാണ്. കൈ പിന്നെ അതിന് അധികം പൊള്ളയോ ഒന്നും ആവില്ല. അപ്പോൾ നമുക്ക് ഇനി ജസ്റ്റ് കൊഴുക്കട്ട ഉണ്ടാക്കാം. അപ്പോൾ അതിന് ഞാൻ ആദ്യം തന്നെ കുറച്ച് എണ്ണ ഒന്ന് നമ്മൾ കയ്യിൽ സ്പ്രെഡ് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മൾ മാവിനെയും കൊണ്ട് ഒരു ചെറിയ കപ്പ് പോലെ ഉണ്ടാക്കി നമ്മൾ ഈ ഫില്ലിങ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കോഴിക്കോട്ടയുടെ ഫില്ലിങ് ഞാൻ ശരിക്കും മധുരം ആണ് ഫില്ല് ചെയ്യുന്നത്. ഇങ്ങനെ കോഴിക്കോട്ട ഇങ്ങനെ റൗണ്ടായിട്ടല്ലേ ഇരിക്കുക. അപ്പോൾ മധുരമുള്ളത് ഞാൻ റൗണ്ടാക്കുകയും മധുരമല്ലാത്ത കോഴിക്കോട്ട ഞാൻ വേറൊരു ഷേപ്പിലാക്കി ചെയ്യാൻ. എനിക്ക് ആ ഷേപ്പിന് പറയാൻ പറ്റാത്തൊരു ഷേപ്പാണ്. പക്ഷേ നമുക്ക് എല്ലാവർക്കും എന്താ പറയുക, പരിചയമുള്ളൊരു ഷേപ്പ് തന്നെയാണ് നമ്മൾ ആക്കിയെടുക്കുന്നത്. അത് വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് മധുരമുള്ള കോഴിക്കോട്ടയും ഇത് മധുരമില്ലാത്ത കോഴിക്കോട്ടയും എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങൾക്കത് രണ്ടും റൗണ്ട് തന്നെ ആക്കണമെങ്കിൽ ആക്കുകയും ചെയ്യാൻ, സെപ്പറേറ്റ് ആയിട്ട് വെച്ചാലും മതി, നോ പ്രോബ്ലം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം മധുരമല്ലാത്ത കോഴിക്കോട്ട അടുത്ത ഓശാന ശനിക്കും ഞായറും കഴിക്കാനായിട്ട്.
അപ്പോൾ അതാ നമ്മുടെ മധുരമുള്ള കൊഴുക്കട്ടയും മധുരമല്ലാത്ത കൊഴുക്കട്ടയും ഞാൻ ഉണ്ടാക്കി റെഡി ആയിട്ട് നല്ല രസമായിട്ട് ഇരിപ്പുണ്ട്. ഈ ഒരു പൊടി ഉപയോഗിച്ചായാലും എന്താ പറയുക, നല്ല ഭംഗിയിൽ നമുക്ക് കൊഴുക്കട്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്പെഷ്യലി മധുരമല്ലാത്ത ആ സേവറി കൊഴുക്കട്ട ഒന്ന് ഉണ്ടാക്കി നോക്കുക. അടുത്ത അവസാനിച്ച് എനിക്ക് എന്താ പറയുക, കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോൾ ഇതല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും സ്നാക്കായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. പണ്ടൊക്കെ നമ്മളിത് ഈ ഓശാനശനിക്ക് മാത്രം കഴിക്കുന്ന ഒരു പലഹാരമായിരുന്നു. ഇന്നിപ്പോൾ ഒട്ടുമിക്ക ബേക്കറികളിലും കാണുന്നുണ്ട് ഈ കൊഴുക്കട്ട. പക്ഷേ ഈ ഒരു കൊഴുക്കട്ട നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇതെൻ്റെ മദറിൻലോ, ഹസ്ബൻഡിൻ്റെ അമ്മയാണ് ഇതിങ്ങനെ ഉണ്ടാക്കി കാണിച്ചത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. എൻ്റെ വീട്ടിലൊന്നും അങ്ങനെ ഉണ്ടായില്ല, മധുരമുള്ളതായിരുന്നു. പിന്നെ പിടിയൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഫില്ലിങ് ഞാൻ ഇവിടെ വന്നതിന് ശേഷം കണ്ടതാണ്. അപ്പം ട്രൈ ചെയ്ത് നോക്കാം.
അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഓശാന ശനിയും ഓശാന ഞായറിൻ്റെയും ഹോം വ്ലോഗ് ഇഷ്ടപ്പെട്ടു കയറുന്നു. അതായത് നമ്മുടെ പാം സാറ്റർഡേ ആൻഡ് സൺഡേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്